ഇന്നത്തെ ഈ കേരളം ഇങ്ങനെയാക്കിയെടുക്കാൻ നമ്മുടെ വ്യവസായികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മളിന്ന് പരിചയപ്പെടുകയാണ് കൂത്തുപറമ്പിൻ്റെ സ്വന്തം അംബിക. ജീവകാരുണ്യ മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൂത്തുപറമ്പിൻ്റെ സ്വന്തം അംബികയെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പം അൻവർക്കയുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അൻവർക്ക, അംബിക എന്നാണ് കൂത്തുപറമ്പ് മേഖലകളൊക്കെ താങ്കൾ അറിയപ്പെടുന്നത്. അൻവർ എന്ന പേരിനപ്പുറത്ത് അംബിക എന്ന ഒരു ഓമന പേരിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. ഈ പേരിനെ എങ്ങനെ കാണുന്നു? ചെറുപ്പം മുതലേ നമ്മുടെ കൂട്ടുകാർ, കുടുംബങ്ങൾ ഇതൊക്കെ വിളിച്ച് ശീലിച്ച ആ ഒരു പേര് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നതും കൂടുതൽ നമ്മളുമായിട്ട് അടുപ്പമുള്ളവർ വിളിക്കുന്ന പേരും. അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ട് കണ്ടിന്യൂ ആയി. അത് തന്നെ. അൻവർക്കയുടെ ബിസിനസ്സുകളൊക്കെ കൂടുതലായിട്ടും വിദേശത്ത് എവിടെയൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ ഒമാൻ മസ്കറ്റിലാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ബിസിനസ്സുകൾ. ഇപ്പോൾ ഏത് തരത്തിലുള്ള ബിസിനസ് ഒക്കെയാണ്? കൂടുതലും റീറ്റെയിൽ ഫീൽഡ്, ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലാണ്. പിന്നെ ഹോൾസെയിൽ ബിസിനസ്സും ഉണ്ട്. എത്ര വർഷത്തോളമായി വിദേശത്ത്? ഇനി 2 മാസം കൂടി ആകുമ്പോഴേക്കും 40 വർഷം. 40 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ വർഷമാണ്, വലിയൊരു കാലഘട്ടം അല്ലേ? 4 പതിറ്റാണ്ടുകളോളം ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഗൾഫ് മേഖലയുടെ സ്പന്ദനങ്ങളൊക്കെ താങ്കൾക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം, ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമോ? പഴയ ഒരു കാലം പോലെ തന്നെ ആളുകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗൾഫ് മേഖലയിലുണ്ടോ? പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഏത് യുദ്ധവും എവിടെ നടന്നു കഴിഞ്ഞാലും, പ്രത്യേകിച്ചും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതെന്നും കഷ്ടതകൾ നിറഞ്ഞ ഒരു അനുഭവങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ ഗൾഫ് യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആദ്യം നടന്ന പലസ്തീൻ ആക്രമണം, യുദ്ധം, അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം, ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിനെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേരിട്ട് കെടുതികൾ അനുഭവിക്കുന്ന അവരല്ലാതെ മറ്റു രാജ്യങ്ങളിലുള്ളവരോ മറ്റുള്ളവരോ അനുഭവിക്കുന്ന ഒരവസ്ഥ ആ 2 യുദ്ധങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇപ്പോഴുള്ള ഈ യുദ്ധം പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങളും, അത് സാമ്പത്തിക പ്രയാസങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ആഗോളതലത്തിൽ ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് നേരിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ലോകം മുഴുവനും, പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ നാട്ടിലടക്കം ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് യുദ്ധം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടന്നു പോകുന്നത്. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടനവധി പ്രവാസികളുണ്ട്. ഈ ഒരു പ്രവാസികൾ തന്നെയാണ് ഈ ഒരു ആധുനികമായിട്ടുള്ള കേരളത്തെ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രയാസം വളരെ ദോഷകരമായി നമ്മുടെ ഈ നാടിനെ ബാധിക്കില്ലേ? തീർച്ചയായും ആ കാര്യത്തിൽ 2 അഭിപ്രായം പറയാൻ ആർക്കും പറ്റില്ല. കാരണം പ്രത്യേകിച്ചും ഇന്ത്യയിൽ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിൽ ഈ പ്രവാസികളുടെ അധ്വാനവും പ്രവാസികളുടെ വിയർപ്പിനാൽ കിട്ടുന്ന പെട്രോൾ ഡോളറുകളുമാണ് ശരിക്ക് കേരളത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഇത്തരം ആ സ്ഥലങ്ങളിലുണ്ടാകുന്ന ഏതൊരു പ്രയാസങ്ങളും തീർച്ചയായും അത് നമ്മുടെ നാട്ടിനെ നേരിട്ടും അല്ലാതെയും ബാധിക്കുമെന്നുള്ളത് ഒരു പരമമായ സത്യം തന്നെയാണ്. അൻവർക്ക് ഈ പ്രവാസ ലോകത്തെ ഈ ബിസിനസ് തിരക്കുകൾക്കിടയിലൊക്കെ നമ്മുടെ നാടിനെ ചേർത്ത് നിർത്താൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രവാസ ലോകം എന്നുള്ളത്
പ്രവാസത്തിൽ നമ്മൾ എത്തപ്പെട്ടു. പക്ഷേ നമ്മുടെ നാടിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെയോ ഇനി അല്ലെങ്കിൽ അതൊന്നും മറന്നുകൊണ്ടോ ഇനി അല്ലെങ്കിൽ അതിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാതെ നിൽക്കാൻ ഒരിക്കലും ഈ ഇത്രയും കാലം പ്രവാസ ലോകത്തിലെ പ്രവാസ ജീവിതത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒപ്പം നാടിനോടും നാട്ടുകാരോടൊക്കെ ആ ബന്ധവും അടുപ്പവും എന്ന് സൂക്ഷിക്കാനൊക്കെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൂത്തുപറമ്പ് താങ്കൾ ജീവിച്ച് താങ്കളുടെ ഒരു സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നഗരമാണ് കൂത്തുപറമ്പ്. ഈ കൂത്തുപറമ്പിനെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് ആശുപത്രിയൊക്കെ വലിയ ഒരു വിഷയമാണ്. ഈ രീതിയിലൊക്കെ പിന്നെ താങ്കൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാൻ പറ്റും, എല്ലാ മേഖലകളിലും, അത് എല്ലാ വിഭാഗത്തിലായാലും എല്ലാ മേഖലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു കൂട്ടായ്മയോടുകൂടി ചെയ്യാനും അത്തരം ചെയ്യുന്ന ആളുകളുടെയൊക്കെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അൻവർക്ക് അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നതൊക്കെ എന്താണ് വലിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു ഫീൽഡാണ്. അപ്പോൾ അൻവർക്കയുടെ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചത്? ഞാൻ ഒമാനിൽ എത്തപ്പെട്ട എൻ്റെ അമ്മാവനാണ് എന്നെ ഇവിടുന്ന് ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് മദ്രാസ് കോളേജിൽ. അന്ന് മുതലേ ബിസിനസ് രംഗത്ത് തന്നെയായിരുന്നു. തുടക്കം മുതൽ തന്നെ ബിസിനസ്സിലായിരുന്നു. ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ അന്ന് തുടങ്ങി. പിന്നെ കഠിനാധ്വാനവും ഒപ്പം ഒരു പോളിസി അന്നും ഇന്നും സംരക്ഷിച്ചുകൊണ്ട് വെറും ഒരു ബിസിനസ്സായി കാണാതെ അതിൽ എൻ്റെ കൂടെ നല്ലൊരു പോളിസിയോട് കൂടിയിട്ട് ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാനും കൂടെയുള്ളവരൊക്കെ വളരെ സഹകരണത്തോടു കൂടി ഒപ്പം നല്ല എന്തുകൊണ്ടും ഒന്നിച്ച് പോകാൻ പറ്റുന്ന നല്ല പാർട്ട്നേഴ്സ് കൂടെ കൂടിക്കൊണ്ട് തന്നെ അൽഫൗസ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയും അങ്ങനെ അത് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി ഇന്നും അത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഒമാനിൽ ആ സമയത്ത് ഒരു സ്വന്തമായി ബിസിനസ് ചെയ്യാൻ LLC ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകുകയും അത് ആ സമയത്തെ അവിടുത്തെ ലോക്കൽ നിയമപ്രകാരം അനിവാര്യതമായി കൂടി ആയ അവസരത്തിൽ അതിൽ നിന്ന് പിന്മാറാതെ ആ സമയത്ത് പലരും ഈ പ്രയാസങ്ങൾ കൊണ്ട് പിന്മാറിയപ്പോൾ ശക്തമായി പടച്ചവനിൽ അർപ്പിച്ചുകൊണ്ട് അന്നത്തെ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് ഉണ്ടായിട്ടുള്ളത്. അൻവർക്ക് ഇപ്പം നമ്മൾ യുദ്ധ ഭീതിയിലാണ് നമ്മൾ പ്രവാസ ലോകം നിൽക്കുന്നത്. എന്തൊക്കെയാണ് പ്രവാസ ലോകം അനുഭവിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ? യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്ന്, യാത്ര, ഫ്ലൈറ്റുകളൊക്കെ നിന്നു വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ വിമാന സർവീസുകളുള്ളൂ. ഉള്ളതാണെങ്കിൽ സാധാരണ വരുന്നതിനേക്കാളും 5 അല്ലെങ്കിൽ 10 ഇരട്ടി യാത്രാക്ലേശം. പിന്നെ ഒരുപാട് പേർക്ക് ജോലിയിലുണ്ടായ പ്രയാസങ്ങൾ. പക്ഷേ എടുത്ത് പറയേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യേകിച്ചും GCCയിലുള്ള ഭരണാധികാരികൾ, അവർ സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ആ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതേപോലെ ഈ സമയങ്ങളിൽ എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായ ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുവരുത്തി. പിന്നെ അകാരണമായി ഈ യുദ്ധപ്രയാസങ്ങൾ കൊണ്ട് ഒരു തൊഴിലാളിയെ പോലും പിരിച്ചുവിടരുത്, ആ കാര്യങ്ങൾ. അതേപോലെ തന്നെ ആ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ
ഭീതി അകറ്റുന്ന കാര്യത്തിൽ ആ നാടുകളിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നിലപാട് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള, എങ്കിൽ കൂടി ഒരുതരം ഭയം, പിന്നെ കൂടാതെ ഈ GCC രാജ്യങ്ങളിലൊന്നും ഇന്ന് വരെ അത്തരം ഒരു ഈ ഇത്തരത്തിലുള്ള ഒരു ഭീതിയോ ഇനി അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ വളരെ സുരക്ഷിതമായി വളരെ സ്വച്ഛന്തമായി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടായ ഈ ഉണ്ടാകുന്ന ഷോക്ക്, അതേപോലെ ഒരുതരം അസ്വസ്ഥത, പിന്നീട് അതുകൂടാതെ നമ്മളെ കച്ചവടക്കാരൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ അധികമാണ് വിലക്കയറ്റം. അവിടുത്തെ ഗവൺമെൻറ് വിലക്കയറ്റം പുതിയപ്പൊക്കെ പരമാവധി ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സ്വാഭാവികമായിട്ടും ഗുഡ്സ് മൂവ്മെൻറ്റ് നിൽക്കുന്ന ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം സ്വാഭാവികമായിട്ടും ആ ജനങ്ങളുടെ ഉണ്ടാകുന്ന സ്പെൻഡിങ് മെൻറ്റാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു കുറവ്, അതൊക്കെ ബിസിനസ് രംഗത്ത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു ദൈവിക സഹായം ഉണ്ടാവുമെന്നുള്ള ഇതും ഞങ്ങളെയൊക്കെ ബിസിനസ് രംഗത്തു നിന്ന് ഒരു പിന്മാറാനോ ഇനി അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു കുറവ് വരുത്താനോ എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. തീർച്ചയായും ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. അൻവർക്കയുടെ ആഗ്രഹങ്ങളിൽ എന്താണ് കായിക സ്വപ്നങ്ങളും കൂടി. ഇപ്പൊ കൂത്തുപറമ്പിലാണെങ്കിൽ ഒരുപാട് കായിക മുന്നേറ്റങ്ങൾ, കായിക മത്സരങ്ങളൊക്കെ നടന്ന ഒരു കാലഘട്ടം. നടന്ന അതിൽ പങ്കെടുക്കാനും അതിലൊരു ടീമിനെ ആക്കാനും പിന്നെ അതിൽ കപ്പ് നേടാനൊക്കെ ഞങ്ങളെ ടീമിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നാട് തന്നെ വീണ്ടും ഒരു നല്ലൊരു കൂട്ടായ്മയിലേക്ക്. അതായത് നമുക്കറിയാം, നമുക്ക് കായിക കൂട്ടായ്മകളൊക്കെ നമ്മുടെ നാടിനെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും ഈ സമയത്ത് ഈ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അനിവാര്യമായ നാട് ആവശ്യപ്പെടുന്ന ഒരു സംഗതി. അൻവർക്ക, നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്താണ്, ചിലരൊക്കെ ബാംഗ്ലൂരിലൊക്കെ വലിയൊരു IT പ്രൊഫഷണൽ ജോലിയൊക്കെ വിട്ടിട്ട് എന്താണ് നാട്ടിൽ ബിസിനസ്സിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് സ്വന്തമായി സ്റ്റാർട്ടപ്പുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ പുതിയ വരുന്ന ഒരു ജനറേഷന് ഒരു വ്യവസായി എന്നുള്ള നിലയിൽ താങ്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? തീർച്ചയായിട്ടും, അതായത് ബിസിനസ് എന്നുള്ളത് ഒരു ലോകം തന്നെയാണ്. നമ്മൾ ഒരു ജോലിയാണെങ്കിൽ നമ്മളൊരു വിത്തിൻ എ ഫ്രെയിം അവിടെ തളച്ചിടപ്പെടുക. ബിസിനസ് എന്നുള്ളത് അവരുടെ വളർച്ചയ്ക്ക് അട്ടയില്ലാത്ത രീതിയിലുള്ള വളർച്ചയാണ്. തീർച്ചയായും ആത്മവിശ്വാസവും അതോടെ തന്നെ സമർപ്പണബോധവും അതുപോലെ തൻ്റെ കഴിവുകളിലുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്നും ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും നമ്മുടെ നാട് എന്നൊക്കെ പറയുന്നത് അറ്റമില്ലാത്ത അത്രയധികം സാഹചര്യങ്ങളും കാര്യങ്ങളുമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യയിൽ തന്നെ ഈ അത്തരം ചെറുപ്പക്കാർ ഇനി സ്റ്റാർട്ടപ്പിന് തയ്യാറായാൽ അവർ സ്വയം അതിൽ സമർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള സംഗതിയാണ്. തീർച്ചയായും ബിസിനസ്സിൽ വരുന്നവർ എപ്പോഴും ഒരു സ്ഥിരോത്സാഹം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് നീങ്ങിയാൽ തീർച്ചയായും അവർ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ള സാധ്യത. ഇത്ര നേരം നമ്മളോടൊപ്പം ബിസിനസ് ലോകത്തെ തൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ തൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് കൂത്തുപറമ്പിൻ്റെ സ്വന്തം അംബിക്കയാണ്, അൻവർക്കയാണ്. അൻവർക്കയ്ക്ക് ഇനിയുള്ള തൻ്റെ ബിസിനസ് ലോകത്തെ വളർച്ചയ്ക്ക് ഒരുപാട് മുതൽക്കൂട്ടാവട്ടെ. ഇനിയുള്ള ഒരുപാട് നല്ല രീതിയിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാടിനു വേണ്ടി ജീവകാരുണ്യ മേഖലയിലും തിളങ്ങാൻ അംബിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം.
ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.